ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കരുത് എന്നാണ്. സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അത് ദൈവം തന്നെ. അത് നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ മുൻപിലേക്ക് നമുക്ക് കുറ്റം ചെയ്യാത്തവർക്ക് കടന്നു ചെല്ലുവാൻ പറ്റും. ശ്രദ്ധയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കുറ്റമൊന്നും ചെയ്യും. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. നമ്മളുടെ കുറ്റങ്ങളെ ദൈവം ക്ഷമിക്കും. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇവിടെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഇപ്രകാരമാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവവചനം ധൈര്യത്തോടെ തന്നെ പ്രസ്താവിക്കേണ്ടതായ കാര്യമാണ്. കാരണം ഭയപ്പെടേണ്ടതില്ല. ദൈവം കൂടെ, യേശു കർത്താവ് കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ദൈവവചനം ധൈര്യത്തോടെ അവർ പ്രസ്താവിച്ചു. ആ വചനം കേൾക്കുന്ന മനുഷ്യർ അത് വിശ്വസിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും. അവരെ ദൈവം തന്റെ മകനായി, മകളായി സ്വീകരിച്ചുകൊണ്ട് അവർക്കും ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് ചൊരിയുകയും അവർക്കും ധൈര്യത്തോടെ ജീവിക്കുവാൻ കഴിയും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം പറയുന്നത്, അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവനെ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയും. യഹൂദന്മാരുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവരത് സ്വീകരിച്ചില്ല. പരീശന്മാരുടെ ഇടയിലും അപ്രകാരം തന്നെ അവർ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ, അത് വായിച്ചു പഠിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വായിക്കുന്നു, നിങ്ങൾ അത് വിശ്വസിക്കുന്നു, ഞാൻ തന്നെയാണ് അത്. അവർ വായിക്കുന്നുണ്ടെങ്കിലും അവർ പഠിക്കുന്നുണ്ടെങ്കിലും അവർ യേശുവിനെ വിശ്വസിക്കുന്നില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ
കഴിയും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 24-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, സംസാരിക്കാം എന്ന് ദേശാധിപതി ആഖ്യം കാട്ടിയാതെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന് അറിയുക കൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു എന്ന്. കാരണം അവിടെ അപ്പോസ്തലനായ പൗലോസ് അനാവശ്യമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു മതത്തെ വ്രണപ്പെടുത്തുകയോ ഒരു മതത്തെ കുറ്റം പറയുകയോ അവരുടെ വിശ്വാസത്തെ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല. അവിടെ യഹൂദന്മാരോട് യേശുവിനെ പ്രസംഗിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഇപ്രകാരമാണ് അവിടെ പ്രസംഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. കാരണം ആത്മാവ് നശിച്ചവരായി നിത്യമരണത്തിന് യോഗ്യരായി സകല മനുഷ്യരും ഈ ലോകത്തായിരിക്കും. അവരെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവപുത്രനായ യേശു മനുഷ്യന്റെ രൂപമെടുത്ത് ഭൂമിയിൽ ജനിക്കുകയും ഈ ഭൂമിയിൽ കാൽവരിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ മരിക്കുകയും അടക്കപ്പെട്ട 3-ാം നാൾ ഉയരത്തിലേക്ക് സ്വർഗത്തിലേക്ക് കരയേറി പോവുകയും ചെയ്തു. അപ്പോൾ യേശു മരിച്ചത് മാനവികതയിൽ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്കായി, അല്ലെങ്കിൽ അവരുടെ പാപത്തിന്റെ മോചനത്തിനായിട്ടാണ് യേശു മരിച്ചത്. ഇതുതന്നെയായിരിക്കും അപ്പോസ്തലൻ അവിടെ പ്രസംഗിച്ചത്. കാരണം യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്കില്ല. യേശുക്രിസ്തുവിനെ നാം ഏറ്റുപറയുമ്പോഴാണ്, നാം വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന് മുക്തമാകുന്നത്, മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി മകളായി തീരുന്നത്. അല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും സ്വയം തന്റെ പാപത്തെ കഴുകിക്കളയുവാൻ കഴിയുകയില്ല. അത് യേശുവിന്റെ ഉള്ള വിശ്വാസത്തിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ പറയുകയാണ് ധാരകെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക എന്ന്. ദൈവം വസിക്കുന്ന ഇടം, അവിടേക്ക് നമുക്ക് ധൈര്യമായി കയറി ചെല്ലാം. കാരണം നാം യേശുവിനെ സ്വീകരിച്ചു. നമ്മുടെ പാപത്തിന്റെ പരിഹാരകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി നാം സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ നാം ഈ ലോകത്തിന്റെ മോഹവലയത്തിലല്ല, അതിൽ നിന്ന് സ്വതന്ത്രരായി നമ്മുടെ ആത്മാവ് ദൈവത്തോടുകൂടിയായി അത് ദൈവം വസിക്കുന്ന ഇടത്തേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, കൃപാസനത്തിന്റെ അരികിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. കാരണം ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് ഒരു മനുഷ്യനും അർഹിക്കപ്പെടുവാൻ കഴിയാത്ത ദൈവത്തിന്റെ സ്നേഹമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിന് ദോഷമല്ലാതെ ഒരു ഗുണവും ചെയ്യുന്നില്ല, ചെയ്യുവാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അതാണ് കുറ്റമില്ലാതെ നമുക്ക് കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ സർവദയാലുവായ ദൈവമായ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയും നമ്മെ ചേർക്കുകയും ചെയ്യും എന്ന് ഇവിടെ കാണുവാൻ കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്, കർത്താവ് എനിക്ക് തന്ന എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കാരണം ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ക്രൂരമായ പ്രവൃത്തിയാണ് പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ തോന്നിത്തുടങ്ങുമ്പോൾ അതവിടെ വളർന്ന് വലുതായി
അത് കൊലപാതകത്തിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും, കർത്താവിലേക്ക് തുണ, ഞാൻ പേടിക്കാനില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് ഞാൻ നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ന് പറഞ്ഞു. കാരണം ദേഹിയെ കൊല്ലുന്ന മനുഷ്യനെ നാം ഭയപ്പെടേണ്ടതില്ല. ദേഹത്തെ കൊല്ലുന്നവരെ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം ദേഹിയെ ന്യായം വിധിക്കുന്ന യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നു. അതാണ് യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയപ്പോൾ യേശു ഈ പ്രകാരം പറയുവാനിടയായി, ഞാൻ വീണ്ടും വരും. ആ വീണ്ടും വരുന്നത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും, ഓരോ തലമുറകളെയും ചേർത്ത് കൊണ്ടുപോകുവാൻ. അതിനായി കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ നാം സകലത്തിനും ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യരാകുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും സ്നേഹവും സർവോപരി ദൈവത്തിൽ നിന്ന് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവായ യേശുക്രിസ്തു ദാനമായി ധാരാളമായി നൽകും. ആ ദൈവത്തിന്റെ ദാനം, ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അതെല്ലാം അനുഭവിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.